ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രസംഗം നമുക്ക് കേൾക്കാം. ഈ പ്രസംഗത്തിന് സ്തേഫാനോസിൻ്റെ പ്രസംഗവുമായി സാമ്യമുണ്ട്. എന്നാൽ അത്രയും സുദീർഘമായി അത് എഴുതിയിട്ടില്ല. ഈ പ്രസംഗം പഠിക്കുന്നത് വഴി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പിൻ. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രൈം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. അതിൻ്റെ ശേഷം അവൻ അവർക്ക് ശമൂവേൽ പ്രവാചകൻ വരെ ന്യായാധിപന്മാരെ കൊടുത്തു. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിൻ്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവൻ്റെ വരവിനു മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ, നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു? ഞാൻ മശീഹയല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ കാലിലെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പാകെ അവൻ്റെ സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ പ്രസംഗം ശ്രദ്ധിച്ചു നോക്കിയാൽ ആദ്യത്തെ ചില വാചകങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ചരിത്രം, അതായത് ഏതാണ്ട് 1500 വർഷത്തെ ചരിത്രം പറയാൻ പൗലോസ് 6-7 വാക്യങ്ങളെ ഉപയോഗിച്ചുള്ളൂ. താൻ അവിടെ അവരെ അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ എന്ന് വെച്ചാൽ, ഇസ്രായേൽ പുരുഷന്മാരായ ആളുകൾ സിനഗോഗിലുണ്ട്, ദൈവഭക്തന്മാരായ ആളുകളുണ്ട്. അവർ ഇസ്രായേൽക്കാരല്ല, യഹൂദ മതാനുസാരികളാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ചരിത്രം പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ താൻ പറയുന്നുള്ളൂ. പിതാക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, മിസ്രൈമിലെ അടിമത്തത്തെക്കുറിച്ചും അവിടെ വെച്ച് വംശവർധന ഉണ്ടായതിനെക്കുറിച്ചും പറയുന്നുണ്ട്, മരുഭൂമിയിലെ 40 വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെ ദൈവം ഇവരുടെ അനുസരണക്കേട് സഹിച്ച കാര്യം പറയുന്നുണ്ട്. പിന്നെ ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്ത ദേശം അവർക്ക് കൊടുത്തു. 450 വർഷം ന്യായാധിപന്മാർ ഭരിച്ചു. പിന്നെ ശമൂവേൽ വരെ ന്യായാധിപന്മാരായിരുന്നു. അത് കഴിഞ്ഞ് ജനം രാജാവിനെ ചോദിച്ചു. ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു രാജാവിന് ആദ്യം കൊടുത്തു. പിന്നെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു രാജാവ് അവർക്കുണ്ടായി. അതാണ് ദാവീദ് രാജാവ്. ഇത്രയുമാണ്
താൻ പറഞ്ഞ ചരിത്രം. ദാവീദിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം താൻ ഉടൻ തന്നെ പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ഒരു രക്ഷിതാവിനെ ദൈവം കൊടുത്തു, അത് യേശുവാണ്. അപ്പോൾ യഹൂദന്മാരുടെ ചരിത്രം വളരെ വിശദമായി പറയാനുള്ള കഴിവ് പൗലോസിനുണ്ടായിരുന്നുവെങ്കിലും താൻ അത് ചെയ്തില്ല. മറിച്ച് വളരെ സംക്ഷിപ്തമായി അവർ അറിയേണ്ട അല്ലെങ്കിൽ അവരെ റിമൈൻഡ് ചെയ്യേണ്ട കാര്യം മാത്രമേ പൗലോസ് പറഞ്ഞുള്ളൂ. ഇനി 23 കഴിഞ്ഞുള്ള വാക്യങ്ങൾ ആ അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ വായിച്ചാൽ ആ പ്രസംഗം മുഴുവനും പിന്നെ യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഭൂരിഭാഗവും യേശുവിനെക്കുറിച്ച് പറയാനാണ് പൗലോസ് ഉപയോഗിച്ചത്. പൗലോസ് ഈ അവസരം തൻ്റെ പാണ്ഡിത്യം വിളമ്പാൻ ഉപയോഗിച്ചില്ല. പലപ്പോഴും സുവിശേഷ പ്രസംഗങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ട്. യേശുവിനെക്കുറിച്ച് പറയേണ്ടതിന് പകരം പ്രസംഗകൻ അറിയാവുന്ന കാര്യങ്ങൾ ആ പറഞ്ഞ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ വേറെ ചില ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം പറഞ്ഞ് അവരെ രസിപ്പിക്കും. സുവിശേഷം ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അവരെ രസിപ്പിക്കുന്ന കാര്യമല്ല, മറിച്ച് അവർ യേശുവിനെ കണ്ടെത്തുകയും പാപബോധം ഉണ്ടാകുകയും ചെയ്യേണ്ടതിനു വേണ്ടിയുള്ള സന്ദേശമാണ്. ചില ആളുകൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ടല്ലോ, ജിജ്ഞാസ, അതിനെ തൃപ്തിപ്പെടുത്തുവാൻ സംസാരിക്കും. ഇവിടെയൊന്നും യേശുവിൻ്റെ നാമം മഹിമപ്പെടുകയില്ല. എന്നാൽ പൗലോസ് ഇവിടെ ചെയ്തത് താൻ പറയേണ്ടിയിരുന്ന അത്യാവശ്യം ചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞതിന് ശേഷം യേശുവിനെക്കുറിച്ച് പറയാൻ തയ്യാറായി. ചില ആളുകളെക്കുറിച്ച് ചില കാര്യങ്ങളിൽ അവർ വലിയ വിദഗ്ധരാണ്. ഇന്നയാളെ വിളിച്ചാൽ ആ ആൾ ഇന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. സുവിശേഷ പ്രസംഗത്തിനാണ് വിളിക്കുന്നത്, യേശുവിനെക്കുറിച്ച് പറയുവാനാണ് വിളിക്കുന്നത്. പക്ഷേ യേശുവിനെക്കുറിച്ച് പറയുന്നതിന് പകരം അവർക്കറിയാവുന്ന കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കും. അത് ശരിയല്ല. അത്തരം പ്രസംഗങ്ങൾ യേശുവിനെ ഉയർത്തുന്നതല്ല. ഇനി ദാവീദിൻ്റെ സന്തതിയായ യേശുവിനെക്കുറിച്ച് പറയുന്നത് ദൈവം വാഗ്ദത്തം ചെയ്ത യേശു എന്ന രക്ഷിതാവ് എന്നാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ചരിത്രം മുഴുവൻ പറഞ്ഞത് ദൈവം ഒരു രക്ഷിതാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. മാത്രമല്ല ആ വാഗ്ദത്തം ചെയ്ത രക്ഷിതാവ് ദാവീദിൻ്റെ സന്തതിയായിരിക്കുമെന്നുമുണ്ടല്ലോ. അപ്പോൾ ദാവീദിൻ്റെ കുലത്തിൽ ജനിച്ച യേശുവിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. യേശുവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പോലും താൻ പറഞ്ഞത്. കാരണം യോഹന്നാൻ സ്നാപകനെ യഹൂദന്മാരുടെ ഇടയിൽ ധാരാളം ആളുകൾ അറിയും. തൻ്റെ മാനസാന്തര സ്നാനത്തിനു വേണ്ടിയുള്ള പ്രസംഗം പലരും കേട്ടതാണ്. എന്നാൽ ഈ യോഹന്നാൻ സ്നാപകൻ തന്നെ യേശു വലിയവനാണ് എന്ന് പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു എന്ന കാര്യം കൂടി പൗലോസ് പറയുന്നു. ഇനി അതിനുശേഷം യേശു എങ്ങനെയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് താൻ പറയുന്നു. 27-ാം വാക്യം വളരെ രസകരമാണ്. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. അവർ എല്ലാ ആഴ്ചയും ശബത്തിൽ വായിക്കുന്ന പ്രവാചകന്മാരുടെ എഴുത്തുകൾ അവർ വായിച്ചുവെങ്കിലും അത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ല. അഥവാ ഈ പ്രവാചകന്മാർ പറയുന്ന യേശുവാണ് ഞങ്ങളുടെ പള്ളിയിലുള്ളത്, ഞങ്ങളെ ഉപദേശിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അവർ തന്നെ എന്നിട്ട് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു, ക്രൂശിച്ചു കൊന്നു. അപ്പോൾ അവർ തള്ളിക്കളഞ്ഞ യേശു മിശിഹയാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. തള്ളിക്കളഞ്ഞപ്പോഴും അവർ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നിവൃത്തിയാക്കുകയായിരുന്നു എന്നും അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ അവരുടെ അനുസരണക്കേടും അവർ യേശുവിനെ തിരസ്കരിച്ചതും കൂടി പ്രവചന നിവൃത്തിയായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. ഇനി അതിനുശേഷം പൗലോസ് പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ദൈവം വാഗ്ദത്തം ചെയ്തതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പൗലോസ് പറയുന്നത് ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി പിതാക്കന്മാരോട്, നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്തത് വാഗ്ദത്തം നിവർത്തിച്ചിരിക്കുന്നു. ആ വാഗ്ദത്തം എങ്ങനെയാണ് നിവർത്തിച്ചത്? അതിനുവേണ്ടി പൗലോസ് ചില സങ്കീർത്തനങ്ങളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ഇന്ന് ചിന്തിക്കാൻ നിവർത്തിയില്ല, നമുക്കത് അടുത്ത ആഴ്ച ചിന്തിക്കാം. പക്ഷേ ഓർക്കുക,
യേശുവിനെക്കുറിച്ച് പറഞ്ഞു. യേശു ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിയാണെന്നും പൗലോസ് അന്ന് ആ സിനഗോഗിൽ യഹൂദന്മാരോട് പറഞ്ഞു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.